ആസിഡ്സ് ഒരു പർട്ടിക്കുലർ കോമ്പൗണ്ടുമായിട്ട് റിയാക്ട് ചെയ്യുന്ന സമയത്ത് ഒരു റോട്ടൺ എഗ് സ്മെല്ലുള്ളൊരു ഗ്യാസ് പ്രൊഡ്യൂസ് ചെയ്യും. അപ്പം ആസിഡ്സ് ഏത് കോമ്പൗണ്ടുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോഴാണ് ഈ റോട്ടൺ എഗ് സ്മെല്ലുള്ള ഗ്യാസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, അതേ കണക്ക് തന്നെ ഈ ഗ്യാസ് ഏതാണ്, ഇതിനെ എങ്ങനെ നമുക്ക് കൺഫേം ചെയ്യാം, അതേ കണക്ക് തന്നെ മറ്റ് പ്രോഡക്ട്സുകൾ എന്തൊക്കെയാണ്, ഈ കോമ്പൗണ്ടുമായിട്ട് റിയാക്ട് ചെയ്യുന്ന സമയത്ത് മറ്റ് പ്രോഡക്ട്സുകൾ എന്തൊക്കെയാണ് പ്രൊഡ്യൂസ് ആവുന്നത്, അപ്പം അതിൻ്റെ ഇക്വേഷൻസ് എങ്ങനെ എഴുതാം തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കുന്നത്. സോ വെൽക്കം ടു ഹൈഡ്രജൻ അക്കാഡമി. നമുക്ക് ആസിഡ്സിൻ്റെ കെമിക്കൽ റിയാക്ഷന് അടുത്ത പാർട്ട് നോക്കാം. അപ്പം നമ്മൾ ഇന്ന് ആസിഡ്സിൻ്റെ സൾഫൈഡുകളുമായിട്ടുള്ള റിയാക്ഷനാണ് നോക്കുന്നത്. ഓക്കെ, മെറ്റാലിക് സൾഫൈഡ്സ്. സൾഫൈഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? സൾഫൈഡ് H2- ഇതാണ് സൾഫൈഡ് അയോൺ എന്ന് പറയുന്നത്. ഓക്കെ, ഇതുമായിട്ടുള്ള ആസിഡ്സിൻ്റെ റിയാക്ഷനാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. അപ്പം മെറ്റാലിക് സൾഫൈഡ്സുമായിട്ട് ഡൈല്യൂട്ട് ആസിഡ്സ് റിയാക്ട് ചെയ്താലും നമുക്ക് എന്തൊക്കെ പ്രോഡക്ട്സ് ആണ് ഫോം ചെയ്യുന്നത്? നമുക്ക് എല്ലാ കോമ്പൗണ്ട്സിലും ഉള്ളതുപോലെ തന്നെ ഒരു സോൾട്ട് ഫോം ചെയ്യും. അതേ കണക്ക് തന്നെ എന്ത് ചെയ്യും? ഇവിടെ പ്രൊഡ്യൂസ് ആവുന്നത് ഹൈഡ്രജൻ സൾഫൈഡ് എന്ന് പറയുന്ന ഗ്യാസ് ആണ് ഫോം ചെയ്യുന്നത്. ഓക്കെ, ഇതാണ് ഗ്യാസ്, ഹൈഡ്രജൻ സൾഫൈഡ് ഗ്യാസ്. അപ്പം ഒരു മെറ്റാലിക് സൾഫൈഡ് ഒരു ഡൈല്യൂട്ട് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് സോൾട്ടും അതേ കണക്ക് തന്നെ ഹൈഡ്രജൻ സൾഫൈഡ് ഗ്യാസുമാണ് പ്രോഡക്ട്സ് ആയിട്ട് കിട്ടുന്നത്. അപ്പോൾ നമുക്കിതിന് കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. ഫസ്റ്റ് നമുക്കൊരു മെറ്റാലിക് സൾഫൈഡിന് എക്സാമ്പിളായിട്ട് നമുക്കൊരു സിങ്ക് സൾഫൈഡ് എടുക്കാം. ഓക്കെ, സിങ്ക് സൾഫൈഡ് പ്ലസ് നമുക്ക് ഹൈഡ്രോക്ലോറിക് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്യിപ്പിക്കാം. സിങ്ക് സൾഫൈഡ് പ്ലസ് ഹൈഡ്രോക്ലോറിക് ആസിഡ് ആയിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ നമുക്കൊരു സോൾട്ട് പ്രൊഡ്യൂസ് ആവുമെന്ന് പറഞ്ഞല്ലേ. ആ സോൾട്ട് എന്തായിരിക്കും? ഒരു ആസിഡിൽ നിന്ന് ഒരു സോൾട്ട് എങ്ങനെയാണ് പ്രൊഡ്യൂസ് ആവുന്നത്? ആസിഡിനെ ഹൈഡ്രജനെ ഒരു മെറ്റൽ വന്ന് റീപ്ലേസ് ചെയ്യും. അങ്ങനെയാണ് എന്ത് ഫോം ചെയ്യുന്നത്? സോൾട്ട് ഫോം ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്നത് സിങ്ക് സൾഫൈഡ് അല്ലേ, ഇത് സിങ്ക് മെറ്റലുണ്ട്. ഈ സിങ്ക് മെറ്റൽ വന്ന് ഹൈഡ്രോക്ലോറിക് ആസിഡിൽ എച്ചിനെ റീപ്ലേസ് ചെയ്യുമ്പോൾ നമുക്ക് സിങ്ക് ക്ലോറൈഡ് പ്ലസ് ഹൈഡ്രജൻ സൾഫൈഡ് ഗ്യാസ് പ്ലസ് ഹൈഡ്രജൻ സൾഫൈഡ് ഗ്യാസാണ് പ്രൊഡ്യൂസ് ആവുന്നത്. അപ്പം സിങ്ക് സൾഫൈഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? സിങ്ക് സൾഫൈഡ് എന്ന് പറഞ്ഞാൽ കെമിക്കലി ZnS ആണ്. ഓക്കെ, സിങ്ക് എന്ന് പറയുമ്പം Zn2+ ആണ്, സൾഫൈഡ് എന്ന് പറയുമ്പോൾ S2- ആണ്. ഓക്കെ, അപ്പോൾ എന്താണ്? രണ്ടിലും ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ചാർജസ് ആണ്. സോ ഇത് ക്യാൻസൽ ചെയ്ത് പോയിട്ട് ZnS ഇങ്ങനെ ആയിരിക്കും ഇത് തമ്മിൽ കോമ്പൗണ്ട് ഫോം ചെയ്യുന്നത്. ഓക്കെ, ദെൻ പ്ലസ് ഹൈഡ്രോക്ലോറിക് ആസിഡ് എന്ന് പറയുമ്പോൾ എന്താണ്? HCl ഗീവ്സ് എന്തൊക്കെയാണ് പ്രോഡക്റ്റ് കിട്ടുന്നത്? സിങ്ക് ക്ലോറൈഡ് എന്ന് പറയുമ്പോൾ എന്താണ്? ZnCl2. ഓക്കെ, സിങ്ക് എന്ന് പറയുമ്പം Zn2+ ആണല്ലേ, Zn2+, ക്ലോറൈഡ് Cl-. സോ തമ്മിലുള്ള പ്രോഡക്റ്റ് അറിയാൻ വേണ്ടിയിട്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ള ചാർജസ് ആണ്. സോ തമ്മിൽ ക്രോസ് ചെയ്യുക. Znൻ്റെ താഴെ ആരുടെ ചാർജ് വരും? ക്ലോറിൻ്റെ മുകളിലുള്ള ചാർജ്. അത് 1 ആയതുകൊണ്ട് നമ്മൾ എഴുതത്തില്ല. സോ ക്ലോറിൻ്റെ താഴെ ആരുടെ മുകളിലുള്ള ചാർജ് വരും? Znൻ്റെ മുകളിലുള്ള ചാർജ് വരും അല്ലേ. Znൻ്റെ താഴെ മുകളിലുള്ളത് 2, Zn-Cl2. ഇതായിരിക്കും സിങ്ക് ക്ലോറൈഡ് എന്ന് പറയുന്നത്, Zn-Cl2+. ഹൈഡ്രജൻ സൾഫൈഡ് ഗ്യാസ് എന്ന് പറഞ്ഞാൽ എന്താണ്? H2S ആണ്. ഇതെങ്ങനെയാണ് ഫോം ചെയ്യുന്നത്? ഹൈഡ്രജൻ സ്റ്റേബിൾ ആവാൻ വേണ്ടിയിട്ട് ഒരു ഇലക്ട്രോണ് ലീവ് ചെയ്യും. സോ അത് H+ ആയിട്ട് മാറും. സൾഫൈഡ് എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്? S2- അല്ലേ. അപ്പം ഇത് ഓപ്പോസിറ്റ് ആയിട്ട്, അതായത് ഡിഫറെൻ്റ് ആയിട്ടുള്ള ചാർജസ് ആണ് രണ്ടുപേരുടെയും മുകളിലുള്ളത്. സോ ഇത് തമ്മിലുള്ള കോമ്പൗണ്ട് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഇത് തമ്മിൽ ക്രോസ് ചെയ്യുക. സോ Hൻ്റെ താഴെ സൾഫൈഡിൻ്റെ മുകളിലുള്ള ചാർജ് 2 വരും. Hൻ്റെ മുകളിൽ എന്താണ്? +1 ആണല്ലേ, 1 ആയതുകൊണ്ട് നമ്മൾ എഴുതത്തില്ല. H2S ഇങ്ങനെ ആയിരിക്കും എന്ത്? ഹൈഡ്രജൻ സൾഫൈഡ് ഫോം ചെയ്യുന്നു. ഓക്കെ, അപ്പം Zn പ്ലസ് HCl ഗീവ്സ് ZnCl2+ H2S. നമുക്ക് ഇക്വേഷൻ കിട്ടി. ഇനി ഇത് ബാലൻസ്ഡ് ആണോ എന്ന് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കണം. അതിന് ഫസ്റ്റ് നമുക്ക് സിങ്ക് നോക്കാം. ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ ഒരു സിങ്ക് ആണുള്ളത് അല്ലേ. ഇനി പ്രോഡക്റ്റ് സൈഡിൽ നോക്കിക്കേ. പ്രോഡക്റ്റ് സൈഡിൽ ഒരു സിങ്ക്, അതായത് റിയാക്റ്റൻറ്റ് സൈഡിലും പ്രോഡക്റ്റ് സൈഡിലും സിങ്ക് ഒരെണ്ണം വീതേ ഉള്ളൂ. സോ സിങ്ക് ബാലൻസ്ഡ് ആണ്. ഇനി സൾഫർ നോക്കിക്കേ. സൾഫർ ഇവിടെ 1, ഇവിടെയും H2Sൽ ഒരു സൾഫർ, അതും ബാലൻസ്ഡ് ആണ്. ഇനി ക്ലോറിൻ നോക്കിക്കേ. ഇവിടെ ഒരു ക്ലോറിൻ, അതായത് റിയാക്റ്റൻറ്റിൻ്റെ സൈഡിൽ ഒരു ക്ലോറിൻ, പ്രോഡക്റ്റിൻ്റെ സൈഡിൽ 2 ക്ലോറിൻ ആണുള്ളത്. സോ അതെന്താണ്? ക്ലോറിൻ ബാലൻസ്ഡ് അല്ലേ, രണ്ട് സൈഡിലും അൺഈക്വൽ നമ്പറാണ്. സോ ഇത് ബാലൻസ് ചെയ്യാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ റിയാക്റ്റിൻ്റെ സൈഡിലെ ക്ലോറിനെ 2 ആക്കണം. അതിന് വേണ്ടി നമുക്ക് HClൻ്റെ ഫ്രണ്ടിൽ 2 ഇട്ട് കൊടുക്കാം. അപ്പം ക്ലോറിൻ എന്തായി? റിയാക്റ്റിൻ്റെ സൈഡിൽ 2 ക്ലോറിനായി, പ്രോഡക്റ്റിൻ്റെ സൈഡിൽ 2 ക്ലോറിൻ. സോ ക്ലോറിൻ ബാലൻസ്ഡ് ആയി അല്ലേ. ഇനി ഹൈഡ്രജൻ നോക്കിക്കേ. ഇവിടെ 2 ഇട്ട് കൊടുത്തപ്പോൾ ഇവിടുത്തെ ഹൈഡ്രജൻ എത്രയായി മാറി? 2 ഹൈഡ്രജനായിട്ട് മാറി. ഇനി
പ്രോഡക്റ്റ് സൈഡിൽ പോയി ഹൈഡ്രജൻ നോക്കിക്കേ, ഇവിടെ H2Sൽ 2 ഹൈഡ്രജൻ അല്ലേ. സോ ഹൈഡ്രജൻ നമ്പർ അപ്പം ഈക്വലായി. ഇതാണ് എന്തെന്ന് പറയുന്നത്, സിങ്ക് സൾഫൈഡും ഹൈഡ്രോക്ലോറിക് ആസിഡും തമ്മിലുള്ള റിയാക്ഷൻ്റെ ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ എന്ന് പറയുന്നത്. അതായത് ZnS plus HCl 2HCl gives ZnCl2 plus H2S ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് അടുത്തൊരു എക്സാമ്പിൾ നോക്കാം. ഫെറസ് സൾഫൈഡ് എടുക്കാം. ഫെറസ് സൾഫൈഡ് ഓക്കെ. ഫെറസ് സൾഫൈഡിനെ നമ്മൾ സൾഫ്യൂരിക് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്യിപ്പിക്കാം. ഓക്കെ, ഡയല്യൂട്ട് സൾഫ്യൂരിക് ആസിഡ്, ഇതെല്ലാം ഡയല്യൂട്ട് ആസിഡ്സുമായിട്ടാണ് റിയാക്ട് ചെയ്യുന്നത്. ഇപ്പോൾ സൾഫ്യൂരിക് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്യുന്ന സമയത്ത് ഇത് എന്ത് പ്രോഡക്റ്റ് തരും? ഫസ്റ്റ് ഒരു സോൾട്ട് തരണം അല്ലേ. അപ്പോൾ ഈ സോൾട്ട് എങ്ങനെയാണ് ഫോം ചെയ്യുന്നത്? ഒരു ആസിഡുമായിട്ട് ഒരു മെറ്റൽ വന്നിട്ട് ആസിഡിൽ എന്തിനെ റീപ്ലേസ് ചെയ്യണം? ഹൈഡ്രജൻ അയോൺസിനെ റീപ്ലേസ് ചെയ്യണം. അപ്പം ഇവിടെ അയൺ ആണുള്ളത് അല്ലേ. അയൺ വന്നിട്ട് എന്ത് ചെയ്യും? സൾഫ്യൂരിക് ആസിഡിൽ ഹൈഡ്രജൻ H2SO4 ഹൈഡ്രജനെ റീപ്ലേസ് ചെയ്തിട്ട് ഫെറസ് സൾഫേറ്റ് ഫോം ചെയ്യും എന്ന് പറയുന്ന സോൾട്ടും ഫോം ചെയ്യും. പിന്നെ അതിൻ്റെ കൂടെ നമുക്ക് എന്തോ കിട്ടും? ഹൈഡ്രജൻ സൾഫൈഡ് എന്ന് പറയുന്ന ഗ്യാസ് നമുക്ക് കിട്ടും. ഇതാണ് ഇതിൻ്റെ വേർഡ് ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇനി നമുക്ക് കെമിക്കൽ ഫോർമുല ഇക്വേഷൻ എഴുതാം. ഫെറസ് സൾഫൈഡ് എന്ന് പറയുമ്പോൾ എന്താണ്? FeS. ഓക്കെ, FeS. ഫെറസ് എന്ന് പറയുമ്പം Fe2+, അയൺ 2+ ആണ് ഫെറസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതിന് സൾഫർ എങ്ങനെ? S2-, രണ്ടിൻ്റെയും മുകളിൽ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ചാർജസ് ആണ്. രണ്ട് ചാർജസും ഈക്വൽ അല്ലേ. അപ്പോൾ അത് ക്യാൻസൽ ചെയ്ത് പോയിട്ട് FeS എന്നായിരിക്കും കോമ്പൗണ്ട് ഫോം ചെയ്യുന്നത്. ഓക്കെ, FeS പ്ലസ് സൾഫ്യൂരിക് ആസിഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? H2SO4 ആണ് സൾഫ്യൂരിക് ആസിഡ് എന്ന് പറയുന്നത്. ഇത് നമ്മൾ റിയാക്ട് ചെയ്യുമ്പോൾ എന്താ കിട്ടുന്നത്? ഫെറസ് സൾഫേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? FeSO4 ആണ് ഫെറസ് സൾഫേറ്റ് എന്ന് പറയുന്നത്. എങ്ങനെയാണ് ഫോം ചെയ്യുന്നത്? Fe എന്ന് പറഞ്ഞാൽ Fe2+, സൾഫേറ്റ് എന്ന് പറയുമ്പം SO4 ആണ് സൾഫേറ്റ് അല്ലേ. രണ്ടിൻ്റെ മുകളിലും ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ചാർജസ് ആണ്. അപ്പോൾ അത് തമ്മിൽ ചേരുമ്പം FeSO4 എന്ന് പറഞ്ഞിട്ടാണ് കോമ്പൗണ്ട് ഫോം ചെയ്യുന്നത്. സോ FeSO4 പ്ലസ് ഹൈഡ്രജൻ സൾഫൈഡ് H2S ആണ് ഹൈഡ്രജൻ സൾഫൈഡ് ഗ്യാസ് എന്ന് പറയുന്നത്. ഇങ്ങനെയായിരിക്കും ഇത് തമ്മിലുള്ള കെമിക്കൽ ഫോർമുല ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇനി ഇക്വേഷൻസ് ബാലൻസ്ഡ് ആണോ എന്ന് ചെക്ക് ചെയ്ത് നോക്കുക. റിയാക്ടൻ സൈഡിൽ ഒരു അയൺ ആണുള്ളത്, പ്രോഡക്റ്റ് സൈഡിൽ നോക്കിയേ ഇവിടെയും ഒരു Fe ആണ്. സോ അയൺ ബാലൻസ്ഡ് ആണ്. ഇനി സൾഫർ നോക്കിക്കേ, ഇവിടെ ഒരു സൾഫർ, ഇവിടെ ഒരു സൾഫർ H2SO4, അതായത് 2 സൾഫർ ഉണ്ട് എന്ത് റിയാക്ടറിൻ്റെ സൈഡിൽ. പ്രോഡക്റ്റ് സൈഡിൽ നോക്കിക്കേ, ഇവിടെ ഒരു സൾഫർ, അതായത് FeSO4ൽ ഒരു സൾഫർ, ഇവിടെ H2Sലും ഒരു സൾഫർ. അതായത് എത്ര സൾഫർ ഉണ്ട്? 2 സൾഫർ ഉണ്ട് അല്ലേ. സോ സൾഫറും എന്താണ്? ബാലൻസ്ഡ് ആണ്. ഇനി ഓക്സിജൻ നോക്കിക്കേ, ഇവിടെ 4 ഓക്സിജൻ, ഇവിടെയും എത്ര ഓക്സിജൻ ആണുള്ളത്? 4 ഓക്സിജൻ. സോ ഓക്സിജനും എന്താണ്? 2 സൈഡിലും ഈക്വൽ ആണ്, 4 ആണ് ഉള്ളത്. ഇനി ഹൈഡ്രജൻ നോക്കിക്കേ, ഇവിടെ 2 ഹൈഡ്രജൻ, ഇവിടെ എത്ര ഹൈഡ്രജൻ ഉണ്ട്? ഇവിടെയും 2 ഹൈഡ്രജൻ ആണുള്ളത്. സോ ഹൈഡ്രജനും 2 സൈഡിൽ എന്താണ്? ഈക്വൽ ആണ്. സോ ഇതാണ് എന്തെന്ന് പറയുന്നത്? ഓൾറെഡി ഇക്വേഷൻ ബാലൻസ്ഡ് ആണ്. സോ FeS പ്ലസ് H2SO4 gives FeSO4 പ്ലസ് H2S. ഇതാണ് എന്തെന്ന് പറയുന്നത്? ഈ റിയാക്ഷൻ്റെ ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ എന്ന് പറയും. അപ്പോൾ നമ്മളിവിടെ പറഞ്ഞു സൾഫൈഡ്സ് ഡൈല്യൂട്ട് ആസിഡ്സുമായിട്ട് റിയാക്ട് ചെയ്യുമ്പം സോൾട്ടും ഹൈഡ്രജൻ സൾഫൈഡ് ഗ്യാസുമാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് നമ്മൾ പറഞ്ഞല്ലേ. അപ്പം ഈ ഹൈഡ്രജൻ സൾഫൈഡ് ഗ്യാസ് നമ്മൾ ഈ വീഡിയോയുടെ തുടക്കത്തിൽ തന്നെ പറഞ്ഞു, ആസിഡ് ഒരു പർട്ടിക്കുലർ കോമ്പൗണ്ടുമായിട്ട് റിയാക്ട് ചെയ്യുന്ന സമയത്ത് ഒരു റോട്ടൺ എഗ് സ്മെല്ല്, അതായത് ചീഞ്ഞ മുട്ടയുടെ സ്മെല്ലുള്ളൊരു ഗ്യാസ് പ്രൊഡ്യൂസ് ചെയ്യുമെന്ന് നമ്മൾ പറഞ്ഞില്ലേ. അപ്പം ആ ഗ്യാസാണ് എന്തെന്ന് പറയുന്നത്? ഈ ഹൈഡ്രജൻ സൾഫൈഡ് ഗ്യാസ് എന്ന് പറയുന്നത്. അതാണ് റോട്ടൺ എഗ് സ്മെൽ. ഓക്കെ, റോട്ടൺ എഗ് സ്മെല്ലുള്ള ഗ്യാസാണ് എന്തെന്ന് പറയുന്നത്? ഹൈഡ്രജൻ സൾഫൈഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇനിഷ്യലി നമുക്ക് ഈ സ്മെല്ല് വെച്ചിട്ട് തന്നെ എന്ത് ചെയ്യാൻ പറ്റും? ഈ ഹൈഡ്രജൻ സൾഫൈഡ് ഗ്യാസിനെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, നമ്മൾ ഈ ഗ്യാസ് പ്രൊഡ്യൂസ് ആകുന്ന സമയത്ത് നമുക്കൊരു റോട്ടൺ എഗ് സ്മെല്ല് ഫീൽ ചെയ്യും. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എന്ത്? ഇവിടെ ഹൈഡ്രജൻ സൾഫൈഡാണ് പ്രൊഡ്യൂസ് ആയിട്ടുള്ളത്. നമ്മൾ ആസിഡ് നമ്മൾ ഒരു സൾഫൈഡുമായിട്ട് റിയാക്ട് ചെയ്തിട്ടുണ്ട്, ഇവിടെ ഒരു ഹൈഡ്രജൻ സൾഫൈഡ് ഗ്യാസ് അതുകൊണ്ട് പ്രൊഡ്യൂസ് ആയത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇനി നമുക്ക് ഈ ഹൈഡ്രജൻ സൾഫൈഡ് ഗ്യാസിനെ കൺഫേം ചെയ്യണം, അതായത് ഫോം ചെയ്ത ഗ്യാസ് ഹൈഡ്രജൻ സൾഫൈഡ് തന്നെയാണ് എന്ന് ഉറപ്പിക്കണം അല്ലേ. അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യാൻ പറ്റുന്നൊരു ടെസ്റ്റാണ് ലെഡ് അസറ്റേറ്റ് പേപ്പർ എടുക്കുക. ഓക്കെ, ലെഡ് അസറ്റേറ്റ് ഒന്നുകിൽ നമ്മൾ മോയിസ്റ്റ് ആയിട്ടുള്ള, അതായത് ചെറിയ നനവുള്ള ഒരു ലെഡ് അസറ്റേറ്റ് പേപ്പർ എടുക്കുക. ഈ ലെഡ് അസറ്റേറ്റ് പേപ്പർ എന്ന് പറയുമ്പോൾ വൈറ്റ് കളർ ആയിരിക്കും. അപ്പോൾ നമ്മൾ ഇതിനകത്തൂടെ എന്ത് ചെയ്യും? ഈ ലെഡ് അസറ്റേറ്റ് പേപ്പറിനകത്തൂടെ ഈ കിട്ടിയ ഹൈഡ്രജൻ സൾഫൈഡ് ഗ്യാസിനെ നമ്മൾ പാസ് ചെയ്യിപ്പിക്കും. അങ്ങനെ പാസ് ചെയ്യുന്ന സമയത്ത് ഈ ലെഡ് അസറ്റേറ്റ് പേപ്പർ എന്ത് കളറായിട്ട് മാറുന്നു? ബ്ലാക്ക് കളറായിട്ട് മാറും. ഓക്കെ,
ലെഡ് അസറ്റേറ്റ് പേപ്പർ വൈറ്റ് കളറായിട്ട് ഇരുന്ന ലെഡ് അസറ്റേറ്റ് പേപ്പർ ബ്ലാക്ക് കളറായിട്ട് മാറും. അപ്പം ഇതിൽ നിന്ന് നമുക്ക് എന്ത് കൺഫേം ചെയ്യാൻ പറ്റും? ഇവിടെ പ്രൊഡ്യൂസ് ആയ ഗ്യാസ്, അതായത് നമുക്ക് ഉണ്ടായ ഗ്യാസ് H2S ആയിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇവിടെ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലെഡ് അസറ്റേറ്റ് എന്ന് പറയുമ്പം PbCH3COO ട്വൈസ്, ഇതാണ് ലെഡ് അസറ്റേറ്റ്. അതായത് CH3COO മൈനസ് എന്ന് പറയുന്നതാണ് അസറ്റേറ്റ് ആനയോൺ എന്ന് പറയുന്നത്. ഓക്കെ, ഈ അസറ്റേറ്റ് ആനയോണുമായിട്ട് PB2+ കമ്പൈൻ ചെയ്തിട്ടാണ് എന്ത് ഫോം ചെയ്യുന്നത്? ഈ PBയുടെ മുകളിലെ ചാർജ് അസറ്റേറ്റിൻ്റെ താഴോട്ട് പോകും. അതായത് CH3COO ട്വൈസ് ഇങ്ങനെയായിട്ടാണ് നമുക്ക് കോമ്പൗണ്ട് ഇടുന്നത്. ഇതൊന്നും അറിയേണ്ട കാര്യമില്ല, ജസ്റ്റ് ഈ കളർ മാത്രം പഠിച്ചു വെച്ചാൽ മതി. ജസ്റ്റ് അറിയാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. അപ്പം ഈ ലെഡ് അസറ്റേറ്റ് PbCH3COH ആയിട്ട് H2S റിയാക്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ ഒരു PbS, അതായത് ലെഡ് സൾഫൈഡ് ഫോം ചെയ്യും. ഓക്കെ, ലെഡ് സൾഫൈഡ്. ഈ ലെഡ് സൾഫൈഡ് ആണ് എന്ത് തരുന്നത്? ബ്ലാക്ക് കളർ തരുന്നത്. ഓക്കെ, അപ്പം അതിൽ നിന്ന് നമുക്ക് എന്ത് കൺഫേം ചെയ്യാൻ പറ്റും? ഇവിടെ H2S ഗ്യാസ് ആണ് പ്രൊഡ്യൂസ് ആയത് നമുക്ക് കൺഫേം ചെയ്യാൻ പറ്റും. ഒന്നുകിൽ നമ്മൾ മോയിസ്റ്റ് ലെഡ് അസറ്റേറ്റ് പേപ്പറിലൂടെ ഈ ഇതിനെ പാസ് ചെയ്യിപ്പിക്കും, അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ലെഡ് അസറ്റേറ്റ് സൊല്യൂഷൻ എടുക്കുക. ഈ ലെഡ് അസറ്റേറ്റ് സൊല്യൂഷൻ എടുത്തിട്ട് അതിനകത്തൂടെ എന്ത് ചെയ്യുക? H2Sനെ പാസ് ചെയ്യിപ്പിക്കുക. അപ്പോൾ ഈ സൊല്യൂഷൻ എന്ത് കളറായിട്ട് മാറും? ഒരു ബ്ലാക്ക് കളറായിട്ട്, ഒരു സിൽവറി ബ്ലാക്ക് കളറായിട്ടാണ് മാറുന്നത്. ഓക്കെ, അങ്ങനത്തെ ഒരു ബ്ലാക്ക് കളറായിട്ട് മാറും. അപ്പം നമുക്ക് എന്തോ കൺഫേം ചെയ്യാൻ പറ്റും? H2S ഗ്യാസ് അവിടെ പ്രൊഡ്യൂസ് ആയിട്ടുണ്ടെന്ന് കൺഫേം ചെയ്യാൻ പറ്റും. ഇനിഷ്യലി റോട്ടറിക് സ്മെല്ല് കിട്ടും. റോട്ടറിക് സ്മെല്ല് കിട്ടുമ്പോൾ ഒരു കൺഫർമേഷന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ലെഡ് അസറ്റേറ്റ് സൊല്യൂഷൻ്റെ ടെസ്റ്റും കൂടി ചെയ്ത് നോക്കുന്നത്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ആസിഡ്സിൻ്റെ സൾഫൈഡുകളുമായിട്ടുള്ള റിയാക്ഷനാണ് പഠിച്ചത്. അപ്പോൾ സൾഫൈഡുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ ആസിഡ്സ് ഒരു സോൾട്ടും അതേ കണക്ക് തന്നെ ഹൈഡ്രജൻ സൾഫൈഡ് ഗ്യാസുമാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. കണക്ക് തന്നെ ഈ ഹൈഡ്രജൻ സൾഫൈഡ് ഗ്യാസിനെ നമുക്ക് എങ്ങനെ കൺഫേം ചെയ്യാനായിട്ട് സാധിക്കും? ഫസ്റ്റ് എന്താണ്, ഹൈഡ്രജൻ സൾഫൈഡ് ഗ്യാസ് ഒരു പ്രോട്ടോണിക് സ്മെല്ല് തരും. പിന്നീട് അതിനെ കൺഫേം ചെയ്യാൻ വേണ്ടി നമ്മളതിനെ ലെഡ് അസറ്റേറ്റ് പേപ്പറായിട്ട്, മോയിസ്റ്റ് ലെഡ് അസറ്റേറ്റ് പേപ്പറിലൂടെ പാസ് ചെയ്യിപ്പിക്കും. അപ്പോൾ എന്ത് പറ്റും? ഹൈഡ്രജൻ സൾഫൈഡ് എന്താ അസറ്റേറ്റ് പേപ്പറിന്, ലെഡ് അസറ്റേറ്റ് പേപ്പറിന് സിൽവർ ഈ ബ്ലാക്ക് കളറാക്കി മാറ്റും. അതേ കണക്ക് തന്നെ അല്ലെങ്കിൽ എന്ത് ചെയ്യുക? ലെഡ് അസറ്റേറ്റിൻ്റെ സൊല്യൂഷൻ എടുത്ത് അതിനകത്തൂടെ പാസ് ചെയ്യിപ്പിച്ചാലും എന്ത് ചെയ്യും? ആ സൊല്യൂഷനെ അത് സിൽവറി ബ്ലാക്ക് കളറായിട്ട് മാറ്റും. ഓക്കെ, അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? H2Sനെ കൺഫേം ചെയ്യാനായിട്ട് പറ്റും. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പഠിച്ചത്. അപ്പം ഇത് ആസിഡ്സിൻ്റെ കെമിക്കൽ പ്രോപ്പർട്ടീസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് മെറ്റൽസുമായിട്ടുള്ള റിയാക്ഷൻസ്, അതേ കണക്ക് തന്നെ ബേസസ്, അതേ കണക്ക് തന്നെ മെറ്റാലിക് കാർബണേറ്റ്സുമായിട്ടുള്ള റിയാക്ഷൻസ്, മെറ്റാലിക് സൾഫൈഡ്സും ബൈസൾഫൈഡ്സുമായിട്ടുള്ള റിയാക്ഷൻസും നമ്മൾ ഓൾറെഡി മുന്നത്തെ വീഡിയോകളിലായിട്ട് ചെയ്തിട്ടുണ്ട്. സോ ആ വീഡിയോ കാണാനായിട്ട് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളത് ചെക്ക് ചെയ്ത് നോക്കുക. നമ്മളത് പ്ലേലിസ്റ്റിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഈ വീഡിയോ ലൈക്ക് ചെയ്യണം. അതേ കണക്ക് തന്നെ കൂടുതൽ ICC റിലേറ്റഡ് വീഡിയോസ് കാണുന്നതിനായിട്ട് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഈ ചാനൽ ഷെയർ ചെയ്ത് കൊടുക്കണം. അപ്പം താങ്ക്